ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഊട്ടി ട്രിപ്പ് പോയിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ ജോഗർ ടീമിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അവരുടെ ടൂർ പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അടിപൊളി ടീമാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ 7-ാം തീയതി രാത്രി ഒരു 10-11 മണിയായി തോന്നുന്നു, കറക്റ്റ് സമയം എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഒരു 2-2.5 മണിക്കൂർ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. ഞങ്ങളൊരു കൊല്ലമായിട്ട് കാത്തിരുന്ന ടൂറാണ്. നമ്മളിപ്പോൾ ഒരു 3 കൊല്ലം അടുപ്പിച്ച് ഏപ്രിൽ മാസം ടൂർ പോകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്കാണ് പോയത്. ഇപ്രാവശ്യം ഊട്ടിക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്ക് പോയിട്ട് നമുക്ക് എല്ലാ സ്ഥലമൊന്നും കാണാൻ പറ്റിയില്ല. കാരണം ഏപ്രിൽ ലാസ്റ്റിലോട്ടായിരുന്നു പോയത്. പെരുന്നാളിൻ്റെ തിരക്കും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമുക്ക് നല്ലോണം അടിപൊളി കാണണമെങ്കിൽ സ്ഥലമൊക്കെ നല്ല രസം ഉണ്ടാവണമെങ്കിൽ മെയ് മാസം ഫ്ലവർ ഷോയിൻ്റെ സമയത്തൊക്കെ പോകണമെന്നാണ്. പക്ഷേ നമുക്ക് ഇത്രയും ഫാമിലിയൊക്കെ ആയിട്ട് 11 ഫാമിലി ഉണ്ടായിരുന്നു. അത്രയും പേരൊക്കെ ആയിട്ട് നമുക്ക് അപ്പോൾ പോകുന്ന റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏപ്രിൽ 1 കേട്ടോ പോകുന്നത്. 7-ാം തീയതി രാത്രി നമ്മളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം വരാത്ത ഫാമിലി സൈചേട്ടൻ്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായമൊക്കെ നമുക്ക് ലാസ്റ്റ് വീഡിയോ, ഞാൻ ഓരോ വീഡിയോ ആയിട്ടാണ് ഇടുക, ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇടുക കേട്ടോ. കാരണം മുഴുവൻ ഇടാൻ നമുക്ക് ഭയങ്കര ലെങ്ത് ആയിരിക്കില്ല വീഡിയോയ്ക്ക്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്ന വ്ളോഗായിട്ടായിരിക്കും ഇടുക. അപ്പം നമുക്ക് ലാസ്റ്റ് വ്ളോഗിൽ അവരുടെ ടൂർ വന്നിട്ടുള്ള അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പം അങ്ങനെ അവരും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഏകദേശം സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വത്തക്കയൊക്കെ മുറിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ കട്ടൻ ചായയോ ഒക്കെ കുടിക്കുന്നവർക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏറ്റില്ല. കുറച്ച് പിള്ളേരെല്ലാവരും തന്നെ ഉറങ്ങുവാണ്. അവർ 2-2.5 മണിക്കൂർ ഡാൻസ് കളിച്ചല്ലോ, അതിൻ്റെ ക്ഷീണം. അപ്പം ഞങ്ങൾ ഊട്ടിയിൽ വെളുപ്പിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബസ്സിലിരിക്കുമ്പോൾ അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പുറത്തിറങ്ങിയപ്പോഴത്തേ എല്ലാവർക്കും വിറച്ചിട്ട് മേലെ കേട്ടോ. വേറെ കാരണം എന്താ ചെയ്യുകയെന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ്. ചേച്ചി നിഹാലൊക്കെ പുതച്ച് നിൽക്കുന്നുണ്ട്. ചേട്ടൻ അവിടെ കോട്ടൊക്കെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ എത്ര വരെയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. അപ്പം പിന്നെ അത് മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ ഒരേ കാറ്റഗറി പെടുന്ന ചേട്ടൻ്റെ ഫ്രണ്ട്സ്, അവരുടെ ഭാര്യമാരും, അത് നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും ടൂറൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്ത്. നമ്മൾ വെളുപ്പിന് എത്തിയപ്പം ആ ഭാഗത്തുള്ള ഊട്ടിയിലെ ചെറിയ വ്യൂ ആണ് കേട്ടോ. ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് റൂം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നു. രാവിലെ ഫ്രഷായി റെഡിയായി പിള്ളേരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ലച്ചുവിൻ്റെ ഊട്ടി ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലതാണോ എന്ന് പറയണം. അപ്പം ചേച്ചിമാരുടെ കൂടെ തന്നെ പോലത്തെ ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എടുത്താണ്. പക്ഷെ അവൾക്ക് ഗ്രീൻ കിട്ടിയില്ല, മെറൂണാണ് കിട്ടിയത്. അപ്പോൾ സച്ചൂണിനും ചേട്ടയ്ക്കും മെറൂണൊക്കെ സെറ്റാക്കി. പക്ഷേ ഞാൻ മെറൂൺ എടുക്കാൻ പോയിട്ട് എൻ്റെ സെറ്റായിട്ടില്ല. അപ്പം അങ്ങനെ മാളുക്കുട്ടി ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. എല്ലാവരും റെഡിയായി, ബാഗൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ലഗേജ് നമുക്ക് കൊണ്ടുപോകണ്ട, നമ്മൾ തിരിച്ച് സ്ഥലമൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഓരോരുത്തർ റെഡിയായി വരുന്നു. ഞാനിവിടെ ഇച്ചിരി വെയിൽ കൊള്ളാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ നിന്നു, ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ രാവിലെ വന്ന തണുപ്പ് കൊണ്ട്, രാവിലത്തെ തണുപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കട്ടവും പടമൊക്കെ മടക്കേണ്ടി വരുമെന്ന്. കാരണം എനിക്ക് അലർജിയൊക്കെ ഉള്ളതാണ്. പക്ഷേ നമുക്ക് ഒരു കുറച്ച് വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥയിലേക്ക് എത്തിയിട്ടോ, നല്ലൊരു ഫീലിങ്ങിലെത്തേക്ക്. നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ എന്തായാലും, കണ്ണൂർ ഭയങ്കര ചൂടായിരുന്നു. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്തായാലും നല്ല അടിപൊളി സുഖമുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വൈകുന്നേരം ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല. നല്ല അടിപൊളി ട്രിപ്പുമായിരുന്നു. അപ്പോൾ സച്ചോട്ടിനൊക്കെ ഇവിടെ റെഡിയായി കാത്തിരിക്കുന്നുണ്ട് സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടായി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ചേട്ടായി വീട്ടിലൊക്കെ ടീഷർട്ട് ഇടുമെങ്കിലും പുള്ളിക്കാരൻ പുറത്തങ്ങനെ പോകുമ്പോൾ ഇടുന്ന പുള്ളിക്കാരനൊരു നാണക്കിടക്കാണ്. അപ്പം ഞങ്ങൾ നിർബന്ധിച്ച് ഇപ്രാവശ്യം ഇടിപ്പിച്ചേക്കുന്നതാണ്. ഇടില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഇട്ടോ. അപ്പം അങ്ങനെ പിള്ളേരൊക്കെ അതിനെക്കുറിച്ച് കമൻ്റ് അടിക്കുന്നുണ്ട് ചേട്ടായിയോട്. ചേട്ടായിക്ക് കൈക്ക് ലെങ്ത് ഇല്ലെന്നൊക്കെ പറഞ്ഞു ചേട്ടായി ഭയങ്കര മടിയോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇട്ടു. പിന്നെ എല്ലാവരുടെ കൂടെ കൂടും. അങ്ങനെയാണ് പുള്ളിക്കാരൻ. പിന്നെ നമ്മളെല്ലാവരും റെഡിയായി. അപ്പം റെഡിയായിട്ട് എല്ലാവരും നല്ല അടിപൊളി ലുക്കിലാണ് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി ഇംഗ്ലീഷ് ലുക്കിലൊക്കെ ഉണ്ട്. നമുക്ക് വർഷത്തിലൊരിക്കൽ കാത്തിരുന്ന് കിട്ടുന്ന ടൂറാണ്. വീട്ടിൽ പണിയും ഉത്തരവാദിത്തങ്ങളും ഓരോരോ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതെല്ലാം മാറ്റി വെച്ച് നമ്മുടെ ഫാമിലീൻ്റെ കൂടെ, നമ്മുടെ കൂട്ടുകാരുടെ കൂടെയും കൂടെ ഇത്രയും പേരുടെ കൂടെ ടൂർ പോകുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി
താഴോട്ട് പോവുകയാണ്. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ. അപ്പം നമ്മൾ അടുത്ത സ്ഥലം കാണുമ്പോൾ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. ചേട്ടൻ താഴെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫുഡ് ഇതാണ് കേട്ടോ ഹോട്ടൽ. ഈ ഹോട്ടൽ എനിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ബസ്സിൽ കയറി സ്റ്റാലി ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കഥ തിരിയുന്നത് കേട്ടോ. നമ്മുടെ തിലകൻ സാറ് കിലുക്കം സിനിമയിൽ ഇവിടുന്നാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അപ്പം ഞങ്ങൾ ഹോട്ടലിലെത്തി. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കായിരുന്നു. പൂരി, ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള കറികൾ ബാജി, ചമ്മന്തി, സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൂരി കഴിച്ചു. സച്ചൂട്ടിനൊരു ദോശയും വാങ്ങിക്കൊടുത്തു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ റോബിൻ ചേട്ടായി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ കയറി വരുന്നത്. അപ്പോൾ ഇതിലേ വരണം ഇതിലേ വാങ്ങണമെന്ന് തിരിയാത്ത അവസ്ഥ. അപ്പോൾ നമുക്കിനി ഓരോരോ സ്ഥലത്തെത്തുമ്പം അതിൻ്റെയൊക്കെ വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ ബൈ. ഓക്കേ.